ആദ്യം ഞാൻ അഡ്വക്കേറ്റ് പ്രിജിയിലേക്കാണ് പോകുന്നത്. ശ്രീ പ്രിജി, നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സീറ്റ് നിഷേധിച്ചാൽ പുറത്തു പോകാനുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമേ ജി സുധാകരനുള്ളൂ എന്ന് ഞാൻ കരുതുന്നില്ല. പരിഗണന ലഭിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരാതി. ഇന്നിപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സുധാകരനുമായി സംസാരിക്കുന്ന ആർ നാസർ മുതൽ സുധാകരനെ സാർ എന്ന് വിളിക്കുന്ന ജനറൽ സെക്രട്ടറി അടക്കം ആരെങ്കിലും അംഗത്വം പുതുക്കാത്തത് എന്ത് എന്നൊരു ചോദ്യമെങ്കിലും മുൻപ് ചോദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്ക് ഇങ്ങനെ തൃശങ്കുവിൽ നിൽക്കേണ്ടി വരുമായിരുന്നു. ജി സുധാകര സഖാവിനെ പോലെ പരിണിതപ്രജ്ഞനായ, പാർട്ടിയുടെ ചരിത്രമറിയാവുന്ന, പാർട്ടിയുടെ മർമ്മമറിയാവുന്ന, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന സീനിയറായിട്ടുള്ള ഒരു നേതാവിനോട് പാർട്ടി അവഗണന കാണിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു സാഹചര്യം തീർച്ചയായും CPM സൃഷ്ടിക്കരുതായിരുന്നു എന്നാണ് എന്റെയും അഭിപ്രായം. അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ ഒഴിവാക്കുന്ന ഒരു നയം CPM സ്വീകരിക്കുമ്പോൾ ആ നയത്തിനോട് ചേർത്ത് വെച്ച് തന്നെ അത്തരത്തിലുള്ള ആളുകളെ ഏത് തരത്തിൽ പരിഗണിക്കണം എന്നുള്ള ഒരു നയരേഖ കൂടി CPM സൃഷ്ടിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഇത് കേരളത്തിലെ എമ്പാടുമുള്ള CPMന് ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ കൊല്ലത്തെ കാര്യം പരിശോധിക്കുമ്പോൾ ഇതുപോലെ സീനിയർ ആയിട്ടുള്ള സഖാവ് PK ഗുരുദാസിന് വേണ്ട പരിഗണനകൾ കൊടുക്കുകയും ഈ തരത്തിലുള്ള യാതൊരു അലോസരവും ഉണ്ടാകാതെ കൊണ്ടുപോകാനും കൊല്ലത്തെ പാർട്ടിക്ക് കഴിയുന്നുണ്ട് എങ്കിൽ കേരളത്തിലെ ആകമാനം ഇങ്ങനെ സീനിയർ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയുന്ന, പാർട്ടിക്ക് വേണ്ടി പൊതു ഇടങ്ങളിൽ പറയുന്ന എത്രയോ ആളുകളെ പരിഹസിക്കുന്ന DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വരെ കേരളത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ CPM ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇപ്പോ നിങ്ങൾ എന്നെ എഴുതി കാണിക്കുന്നത് ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ്, അല്ലെങ്കിൽ ഇടതു സഹയാത്രികൻ എന്നാണ് നിങ്ങൾ എന്നെ എഴുതി കാണിക്കുന്നത്. ഈ പേര് യഥാർത്ഥത്തിൽ എനിക്ക് മാധ്യമങ്ങൾ ചാർത്തി തന്നതാണ്. നോക്കൂ, ഒരു ഇടതു സഹയാത്രികനായി ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാൾ BJPയിൽ പോയപ്പോ ഈ തരത്തിൽ പാർട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇങ്ങനെയുള്ള പ്രതിരോധ ഘട്ടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയാനായി ഈ ഇടതു സഹയാത്രികൻ എന്ന് പറയുന്ന മുൾക്കിരീടം എടുത്തുകൊണ്ട് വന്ന ആളുകളെ പോലും DYFIയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് വസീഫ് അടക്കം ആക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള സംസാരങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെ ഒറ്റപ്പെടുത്തുന്ന നിലയിലേക്കുള്ള സംസാരങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടവരല്ല ഇവർ. പാർട്ടിയെ സ്നേഹിക്കുന്നവർ അങ്ങ് വീട്ടിലിരുന്നാൽ മതി, പാർട്ടിക്ക് വേണ്ടി വർത്തമാനം പറയണ്ട, പാർട്ടിയുടെ ഫോറങ്ങളിൽ പങ്കെടുക്കണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക്, നയത്തിലേക്ക് പാർട്ടിയിലെ പുതിയ കാല സഖാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ളതിന്റെ രക്തസാക്ഷിയാണ് സഖാവ് ജി സുധാകരൻ എന്ന് ഞാൻ പറയും. പാർട്ടി തീർച്ചയായും അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ അദ്ദേഹത്തിന് മതിയായ പ്രാതിനിധ്യവും പരിഗണനയും കൊടുത്തുകൊണ്ട് കേരളത്തിലെ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പോലും തന്റേതായ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള സഖാവ് ജി സുധാകരനെ ഈ തരത്തിൽ പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കരുതായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ സഖാവ് MA ബേബിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ഒന്ന് വിളിച്ച് എന്താ സുധാകര സഖാവിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവസാനിപ്പിക്കാവുന്ന ഉൾപാർട്ടി സമരം മാത്രമാണ് സഖാവ് ജി സുധാകരൻ. അങ്ങനെ സമാധാനിപ്പിക്കാവുന്ന, അങ്ങനെ അവസാനിപ്പിക്കാവുന്ന ഒന്നായിരുന്നെങ്കിൽ ആദ്യമായിട്ടല്ലല്ലോ സുധാകരൻ ഇത്തരത്തിലൊരു പരാതിയൊക്കെ അത് പൊതുമധ്യത്തിൽ പോലും മാധ്യമങ്ങളോടക്കം അദ്ദേഹം പലതവണ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലം അത് CPMന് സാധിച്ചിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടിയല്ലേ? അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ആർ നാസറൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അനുനയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര ദിവസം ഇന്ന് വൈകുന്നേരം വരെ എന്തുകൊണ്ട് അത് സാധിച്ചില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടിയല്ലേ? ഈ പ്രതികരിക്കുമ്പോൾ മാത്രമാണോ അനുനയം? അല്ല, ഇന്ന് വൈകുന്നേരം വരെ സാധിച്ചില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. നാളെയും മറ്റന്നാളും ഒക്കെ കിടക്കുകയല്ലേ. അതാണ് ജി സുധാകരൻ. ജി സുധാകരൻ കഴിഞ്ഞ എത്രയോ നാളുകളായി ഈ തരത്തിലുള്ള എന്തെല്ലാം പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ജി സുധാകരൻ പിന്നെ ചെയ്തിട്ടുള്ളത് എന്താ? ജി സുധാകരൻ അങ്ങനെ ഈ പാർട്ടിയെ വെല്ലുവിളിക്കുന്ന നിലയിൽ, ഈ പാർട്ടിയിൽ നിന്ന് പോകുന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു നിലപാട് എപ്പോഴെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പാർട്ടി പലപ്പോഴും എടുത്തിട്ടുള്ള ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ശോഭന ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ വലിയ കമ്മ്യൂണിസ്റ്റായി വന്നു.
ആറ്റുകാലിൽ പോയി പൊങ്കാലയിട്ടിട്ട് പറയുന്നു എന്റെ പ്രിയ സഹോദരനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ഞാൻ വലിയ അഭിനവ കമ്മ്യൂണിസ്റ്റായി ആറ്റുകാലിൽ പൊങ്കാല ഇടുകയാണെന്ന് പറഞ്ഞ ശോഭന ജോർജിനെ കുറിച്ച് ആ ജില്ലയിൽ നിന്നുള്ള ജി സുധാകരൻ ഇതുവരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വിഷയം വളരെ കൃത്യമായി എങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് CPM-ന്റെ നേതാക്കന്മാർക്ക് അറിയാം. ഒന്ന് ചോദിച്ചാൽ എന്താ സുധാകര സഖാവിന്റെ വിഷമം എന്ന് ചോദിച്ചാൽ അവസാനിക്കാവുന്ന വിഷയമേ ഉള്ളൂ. അത്രയും വിഷമമേ ഉള്ളൂ. ഇതൊക്കെ നടക്കുന്നത് പൊതുമധ്യത്തിലാണല്ലോ ശ്രീ പ്രിജി, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇപ്പോൾ എന്താണ് സഖാവെ പ്രശ്നം എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത് ഈ നിലയിലേക്ക് പൊതുമധ്യത്തിലേക്ക് വലിച്ചിടാതെയും ആകാമായിരുന്നു. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് ചെറുതാണോ അതോ അങ്ങനെയൊന്നും ഉണ്ടാകുന്നേ ഇല്ല എന്നതാണോ വിലയിരുത്തൽ? അല്ല, ഞാൻ അതാണ് എന്റെ ചർച്ചയുടെ തുടക്കത്തിൽ, അതെന്റെ തികച്ചും എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് ജി സുധാകര സഖാവ് മാത്രം നേരിടുന്ന വിഷയമല്ല. കേരളത്തിൽ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷത്തെ സ്നേഹിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ വർത്തമാനം പറയുന്ന ചാനലുകളിൽ വരുന്ന ആളുകൾ അവഗണിക്കപ്പെടുന്നില്ലേ? അങ്ങനെ അവഗണിക്കപ്പെടുന്നതിന്റെയും കളിയാക്കപ്പെടുന്നതിന്റെയും ഭാഗമായി എത്രയോ പേർ ഈ പാർട്ടി വിട്ടുപോയി. ഈ പാർട്ടി കാണുന്നില്ലല്ലോ. അപ്പോ ചോദിക്കുന്നത് പാർട്ടി മെമ്പർഷിപ്പിൽ അവരുണ്ടോ എന്നാണ്. ഞാനിപ്പോഴും ഈ പാർട്ടിയുടെ മെമ്പർഷിപ്പിലുള്ള ഒരാളാണ്. അങ്ങനെ പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ ഇരുന്നു കൊണ്ടുവന്ന് ഇടത് സഹയാത്രികനായി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇടതു സഹയാത്രികൻ എന്നുള്ള പേര് അല്ലെങ്കിൽ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള പേര് പോലും കളിയാക്കപ്പെടുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അതിനുവേണ്ടി വന്നിരുന്ന് വർത്തമാനം പറയുന്ന ആളാണ് ഞാനെങ്കിൽ എന്നെ പോലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, എന്നെ പോലെ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോഴും മനസ്സ് തകരാതെ ഇതുപോലെ പിന്നോക്കം പോകാതെ സഖാവ് ജി സുധാകരനെ പോലെ ഇങ്ങനെ പയ്യാരം പറഞ്ഞുകൊണ്ട് വീണ്ടും ഇടതുപക്ഷമായി തുടരുകയാണ്. അത് വരും കാലങ്ങളിലെങ്കിലും CPM തിരുത്തണം. ഈ തരത്തിലുള്ള അവഗണനകൾ അത് ഈ തരത്തിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള ജി സുധാകരൻ തൊട്ട് ഇങ്ങേ അറ്റം എന്നെ പോലെയുള്ള സഖാക്കളെ വരെ ആ തരത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്കാരം എന്തുകൊണ്ടോ അഭിനവ വസീഫുമാർക്കുണ്ട് കേരളത്തിൽ. അങ്ങനെയുള്ള അഭിനവ വസീഫുമാർ നല്ല പാഠം പഠിച്ച് നല്ല കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള പ്രവൃത്തി ചെയ്യുന്നതിനുള്ളൊരു തുടക്കമാകണം തീർച്ചയായും സഖാവ് ജി സുധാകരന്റെ ഈ വാക്കുകൾ എന്നാണ് ഒരു ഇടതു നിരീക്ഷകൻ എന്ന് നിങ്ങൾ പേരിട്ട ഒരു അഭിഭാഷകനായി എനിക്ക് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.